അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരു ഗുട്ടൻ ടാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഇറ്റലി, റോം, വിക്ടോറിയ എന്ന് പറഞ്ഞ ബിൽഡിങ്, അതിൻ്റെ പരിസരങ്ങൾ, രസകരമായ കുറേ കാഴ്ചകളാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒന്നും വിടാണ്ട് കാണണം. ആദ്യം ഒരു ബസ് യാത്ര ഉണ്ട്, അപ്പോൾ അല്പം സ്പീഡ് കൂടും. അത് കഴിഞ്ഞാൽ പിന്നെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടിരിക്കാം. ഇത് എല്ലാവർക്കും പോയി പിടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. താങ്ക് യു. അപ്പം ഞങ്ങൾ ഒരാൾക്ക് 8 യൂറോൻ്റെയാണ്, 7 യൂറോൻ്റെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പബ്ലിക് വാഹനത്തിലും 24 മണിക്കൂർ നമുക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം. അതല്ലെങ്കിൽ കയറുമ്പോൾ നമ്മൾ ഓരോ ബസ്സിലും അതിന് ടിക്കറ്റ് തപ്പണം, എങ്ങനെ എടുക്കണമെന്ന് നോക്കണം. അപ്പോൾ ഈ വക യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ അത്രയ്ക്ക് യാത്ര ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്താലില്ലെങ്കിലും നമുക്ക് സമയം ലാഭിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ബസ് ഓടി തുടങ്ങിയപ്പോൾ ഒരു മേഡം വന്ന് നമ്മളെത്തിയിരുന്നു. അത് ഒറ്റ സീറ്റാണ്, എങ്കിലും അവൾ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ബസ്സിൽ ഭയങ്കര കുലുക്കുക. ഇതല്ലാണ്ട് വേറെ മാർഗമില്ല, നീ എന്നെ കുറച്ച് നേരം സഹിക്കി എന്ന് പറഞ്ഞത് തോന്നുന്നുണ്ടോ? നല്ല തണുപ്പുള്ള അന്തരീക്ഷമല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ബേക്കറി കയറുക, എന്തെങ്കിലും കടിക്കാനും വലിക്കാനും ചൊറിയാനുള്ളതൊക്കെ മേടിക്കുക, റോഡെങ്കിലും തിന്നിട്ടെടുക്കുക. പക്ഷേ റോഡും പരിസരമൊക്കെ വളരെ വളരെ ഹൈജീനിക്കാണ്. അതുകൊണ്ട് പൊടിയോ മണ്ണൊന്നും കയറില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിച്ച് നടക്കാം. പക്ഷേ ഓരോ ഒറ്റ കവറോ വേസ്റ്റോ ഒന്നും റോഡിൽ ആരുമില്ല. അതായത് ബോക്സിന് മാത്രമേ ഉള്ളിലുള്ളൂ. ഇതൊക്കെ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ട്രെയിനിങ് വിദ്യാഭ്യാസം. അടിയിൽ നിന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ 10 ഗുണം 10 ഗുണമായിട്ട് നിലനിൽക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ വിക്ടോറിയാന അതിൻ്റെ പരിസരത്തെത്തി. കണ്ടോ, വളരെ ശാന്തമായ അന്തരീക്ഷം, നല്ല പുൽത്തകിടുകൾ, അമ്പര ചുംബരികളായ കെട്ടിടങ്ങളില്ലെങ്കിലും സൗന്ദര്യം തുളുമ്പുന്ന കെട്ടിടങ്ങളുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ എല്ലാത്തിലും സൗന്ദര്യമുണ്ട്. ഇപ്പോൾ പുസ്തകമായിട്ട് വരുന്ന ചിലർ പാർക്കിൽ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ ആ റോമ സാമ്രാജ്യത്തിൻ്റെ അധിപതി ഇരിക്കണ്ട, ഈ ഒരു സിവിനാളിനും കൂടി ഇത്ര ഹൈറ്റിൽ ഇരുന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നാൻ. ഇത് ഇവരെ ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയാൽ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിൽ നിൽക്കുമ്പോൾ വെള്ള ലൈനുള്ള വരകൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കടന്നു പോകാം, വണ്ടികളോട് നിർത്തിക്കോളും. അതല്ലെങ്കിൽ ഈ അങ്ങാല കണ്ടോ, വാക്കിംഗ് സിഗ്നൽ കിട്ടിയാൽ മാത്രമേ കടന്നു പോകാൻ പാടുള്ളൂ. എല്ലാവരും അത് പാലിക്കും. ഹോണടിക്കുന്നൊരു സംഭവമില്ല. 100 കണക്കിന് വണ്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോണടിക്കുന്ന സംഭവങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ നാട്ടിൽ ലൈറ്റ് അടിയും ഹോണടിയും അത് ചിലവർ വിചാരിച്ചാൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നവരെ ഞെക്കിക്കൊണ്ടിരിക്കുന്ന. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, പഠിപ്പിച്ച് കൊടുത്തത് അങ്ങനെയാണല്ലോ. എന്താ നമ്മുടെ ചെറിയ പട്ടാളെന്ന് ഭയങ്കര ഉഷാറാണ്. പറ്റാവുന്നതിൻ്റെ മാക്സിമം ഉഷാറൊക്കെ എടുക്കും. അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് കയറി പോകും, സുഖമായിട്ടാണ് ഉറങ്ങും.
ജനങ്ങൾ ഇറങ്ങിന്നല്ല ഇളകി. ഇനി വൈകിട്ട് 7 മണി വരെ ഇത് തന്നെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. മക്കളെ, ഇതൊരു അത്ഭുത ലോകാട്ടോ. വീട്ടിലിരുന്ന് ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വേണ്ട, ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ ചെറിയ വണ്ടിയിൽ വലിയ പോലീസുകാരുണ്ട് കേട്ടാ. വിക്ടോറിയാനോ, നീയൊരു സുന്ദരി തന്നെയാണ് കേട്ടോ. നല്ല അഴകുള്ള ഒരു പടക്കോഴിയെ പോലെ. ആഹാ, കണ്ട. പിന്നെ അപ്പിട, പിന്നെയും തിന്നാ, ഇതൊക്കെ തന്നെ ജോലി. അപ്പോൾ കുറേ പടികളുണ്ട്. ഇതൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തീ വീണ്ടും പിടിക്കാം, കലോറി കത്തിച്ച് കളയണ്ടേ. അപ്പോൾ ഈ കാണുന്ന ഈ സൗധം, ഇതിൻ്റെ പിന്നിലാണ് റോമാ സാമ്രാജ്യം ഉള്ളത്. ഫ്രണ്ടിൽ എന്ത് വന്നാലും നേരിടാനായിട്ട് ഇങ്ങനെ പടയാളി കൂട്ടങ്ങളായിരിക്കാം ഇതിൻ്റെ ഒരു രഹസ്യം. കുതിരവണ്ടി നമുക്കൊരു വീക്ക്നെസ് എപ്പോഴും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ രാജേനെയും റാണിനെയും ഭാഷേനൊക്കെ ഓർത്തു പോയി. എനിക്ക് ചുറ്റും ഈ കാണുന്നത് മൊത്തം മാർബിൾ ഉണ്ടാക്കിയാണ്. ഈ ചെറിയ വൈറ്റ് ഇതുണ്ട് പൊഞ്ഞിട്ടി വെച്ചാണത്. അതേപോലെ ഇത് 2 മാലാഖമാർ, കാവൽ മാലാഖമാരാണ് ഈ സൗധത്തിൻ്റെ. ഇപ്പോൾ അവരത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ സംഭവം പറഞ്ഞിട്ടല്ലോ ഇത് ഉണ്ടാകും. അത് പൊതിക്കെട്ട് അയച്ചാൽ കാണാൻ കിട്ടുന്ന സൗന്ദര്യം അതൊരു സംഭവം തന്നെയാണ്. നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം വിക്ടോറിയാനെ മാലാഖമാർ എന്ന് പറഞ്ഞിട്ട്. കണ്ട, എപ്പോഴും ഈ 2 ലൈറ്റുകൾ അവിടെ ഉണ്ടാവും. അത് കത്തിക്കൊണ്ടേയിരിക്കും. കേട്ടില്ലേ, നമ്മുടെ ആൾത്താരയിലെ ലൈറ്റ് മാതിരി. അതേപോലെ തന്നെ കണ്ട, ഒരു പെയർ, ഒരാണും ഒരു പെണ്ണും, അവരും ഉണ്ടാവും കാവലായിട്ട്. ഷിഫ്റ്റ് ബൈ ഷിഫ്റ്റായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലൊന്നും ഒരു അണുയുടെ മാറ്റം പറ്റില്ല. ഇവിടെ തീരുമാനങ്ങൾ എടുത്താൽ നടപ്പാവും. ഇടയ്ക്ക് പാർട്ടി കയറി ഇടപെടില്ല, നിർത്തി വയ്ക്കാൻ പറയില്ല. അങ്ങനെ ചില മെച്ചങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെപ്പോലെ തന്നെ എല്ലാവരിലും ക്യാമറയുണ്ട്. എല്ലാവരും പരസ്പരം പകർത്തിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടോ ഇവരുടെ അടുത്ത് നിന്ന് മാറി പോകാൻ തോന്നണില്ല. ആദ്യം ഞാൻ കരുതി സ്റ്റാച്ചു ആണ്. സ്റ്റാച്ചു അല്ല കേട്ടോ. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവരെ മാറ്റി വേറെ ആൾ വരില്ലേ. നോക്കിയിരിക്കാന്ന് വെച്ചാൽ അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. കൊടിമരമാവാം, കൊടിയില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എടുത്താലും മതി വരണില്ല. ആ 2 ഓഫീസർമാരുടെ ഫോട്ടോ ആണ് ഈ കണ്ട ജനങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങളുടെ ഗ്രൂപ്പിലാണ് കണ്ട അവിടെ ഉണ്ട് ചെറുത് തുള്ളിച്ചാർന്ന്. അപ്പം നമ്മൾ നിറഞ്ഞു നിൽക്കണ ഒരു പൂന്തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ പലതരം പൂക്കൾ. അപ്പോൾ അതിൽ ഏത് പറിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൻ്റെ സൗന്ദര്യം പറ്റി നോക്കാം. അതേപോലെയാണ് ഇവിടെയുള്ള ഫോട്ടോകൾ ഏത് ഭാഗം എടുക്കണമെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. ഒന്നും കളയാനില്ല, അതുകൊണ്ടാ. എന്തായാലും ഫോട്ടോ എടുത്തിട്ട് മതി വരണില്ല. എന്നാൽ പിന്നെ നിർത്തി പോവാൻ നിൽക്കുക അടുത്ത സ്പോട്ടിലേക്ക്. ഫോട്ടോത്തിന് പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന് ഒരു പ്രത്യേക കാര്യം. കേട്ടക്കട്ടെ, നമ്മുടെ വരണം. ഇതാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയ ബസ് ഇറങ്ങിയ സ്ഥലം. ഒഴുകുന്ന കൊട്ടാരം പോലെയാണ് ഇവിടുത്തെ ബസ്സുകൾ കേട്ടോ. അതായത് പുൽത്തകിടിൽ മാത്രമേ നമുക്കൊരു പുല്ല് കാണാൻ പറ്റുക. പിന്നുള്ളിടത്തൊക്കെ മാർബിള്, അതല്ലെങ്കിൽ റോഡ്. കുണ്ടും കുഴിയും കട്ടറും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഒരു രക്ഷയില്ല. സൗന്ദര്യം കണ്ടേ ഇനി തിരിച്ച് നമ്മൾ നാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ അതൊരു വല്ലായ്മയായിരിക്കും. എന്തൊക്കെയായാലും നമ്മുടെ നാട് തന്നെ കേട്ടോ. നമ്മുടെ ഫാമും നമ്മുടെ ക്ലബ്ബും നമ്മുടെ അയൽവക്കക്കാരൊക്കെ ഇല്ലാണ്ട് പിന്നെ എന്തൊരു ജീവിതം. ഇതൊക്കെ ഇടയ്ക്ക് വരിക, കാണാൻ, ആഘോഷിക്കുക, പോവുക. മുന്നേ പറഞ്ഞ മാതിരി നമ്മുടെ ടെൻഷനൊക്കെ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. സെറാട്ടോണും എൻഡോർഫിനും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി വരണം. ഇനിയുണ്ട് പടികൾ ഒരുപാട് കയറാൻ. കയറിയ പടികൾ ഇറങ്ങും വേണം. ഉച്ചയ്ക്ക് നല്ലൊരു ശാപ്പാട് നമുക്ക് അടിച്ച് കയറ്റാലോ. അങ്ങനെ ഒരു മെച്ചമുണ്ട്.